بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين. സത്യവിശ്വാസികളെ, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ജീവിക്കുക. സൂറത്ത് യൂസുഫിലെ ഒരായത്താണ് ആമുഖമായി ഓതിക്കേൾപ്പിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പശ്ചാത്തലം നമുക്കറിയാം. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് 2 മാസം മുമ്പ് വരെ നമുക്ക് മഴ കിട്ടിയില്ല, പലയിടത്തും മഴ കിട്ടി, നമുക്ക് എന്താണാവോ എന്ന് നമ്മൾ പറയുകയും മാത്രമല്ല പല സ്ഥലങ്ങളിലും മഴ ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകളും ഇസ്തിസ്ഖാഇന്റെ നമസ്കാരങ്ങളുമൊക്കെ നിർവഹിക്കപ്പെട്ടു. കാലാവസ്ഥ മാറി മഴ വേണ്ടുവോളം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മഴ ഒരു വലിയ അനുഗ്രഹമാണ്, റഹ്മത്താണ്, കാരുണ്യമാണ്. കാറ്റും റഹ്മത്താണ്, കാരുണ്യമാണ്. മഴയ്ക്ക് മുന്നോടിയായി അയക്കുന്ന കാറ്റിനെ പറ്റിയും വിശുദ്ധ ഖുർആൻ റഹ്മത്ത്, കാരുണ്യമെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാറ്റ്, മഴ, വെള്ളം, ഇടിമിന്നൽ ഇതൊക്കെ തന്നെ നമുക്കൊരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ പ്രയാസങ്ങളുണ്ടാക്കും. ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ജനങ്ങൾക്ക് പ്രയാസമാകുമാറ് കൂടിയിട്ടുണ്ട്. പടച്ച തമ്പുരാൻ പടച്ചിട്ടുള്ള കാര്യങ്ങളിൽ നന്മയാണെങ്കിലും അവയിൽ തിന്മയുണ്ടാകുമെന്നത് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മുഅവ്വദാത്തിൽപ്പെട്ട ഒരു സൂറയിൽ ഫലഖ്, സൂറത്തുൽ ഫലഖിൽ തുടക്കത്തിൽ പറയുന്നത്, ഖുൽ നബിയെ താങ്കൾ പറയണം, അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നീ പറയണം. എന്തിൽ നിന്ന്? അവൻ പടച്ച വസ്തുക്കളിൽ നിന്ന്. മിൻ ശർരി മാ ഖലഖ്. അപ്പോൾ അള്ളാഹു പടച്ച വസ്തുക്കളിൽ
നമുക്ക് നന്മയുണ്ടായിരിക്കും, നമുക്ക് തിന്മയുണ്ടായിരിക്കും. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതുവസ്ത്രം ധരിക്കുമ്പോൾ പറയാൻ പ്രവാചകൻ പഠിപ്പിച്ചുവല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. പടച്ചവനെ, ഈ വസ്ത്രത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ, അത് നിർമ്മിക്കപ്പെട്ടതിൽ എന്തെല്ലാം നന്മകളുണ്ടോ, ആ നന്മ മുഴുവനും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അതുപോലെ അതിൽ വല്ല തിന്മയുമുണ്ടോ, അതിന് തിന്മയിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന. യഥാർത്ഥ കാറ്റ് വർഷിക്കുമ്പോഴും പ്രവാചകൻ അങ്ങനെ പറഞ്ഞുവല്ലോ. കാറ്റ് നമുക്ക് കാരുണ്യമാണ്, അനുഗ്രഹമാണ്, അത് മഴയുടെ മുന്നോടിയാണ്. പലപ്പോഴും കാറ്റ് ലഭിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കാറുണ്ട്. പക്ഷേ പ്രവാചകൻ ചില സന്ദർഭങ്ങളിൽ കാറ്റടിച്ച് വീശുമ്പോൾ വല്ലാതെ മുഖം വിവർണമാവുകയും വല്ലാതെ പേടിപ്പെട്ടുന്നൊരവസ്ഥയിലേക്ക് രൂപം പ്രവാചകന്റെ മുഖത്ത് പ്രകടമാവുകയും പ്രവാചകന്റെ മുഖം വിവർണമാവുകയും ചെയ്യാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട്, നബിയെ, നിങ്ങളിങ്ങനെ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ എന്തിനാണ് ഇപ്രകാരം വേവലാതിപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ മുഖത്ത് പ്രയാസം കാണുന്നത്? നിങ്ങൾ എന്താണ് വിഷമം അനുഭവിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞത്, ആയിഷ, പണ്ട് ഹൂദ് നബി എന്ന പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആദ്യ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റും മഴയും അയച്ചു. കാറ്റ് വന്നപ്പോൾ അവർ പറഞ്ഞതെന്താ? ഖാലു ഹാദാ ആയദും മുംതിറുന, നമ്മൾ പ്രതീക്ഷിക്കുന്ന മഴ ഇതാ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, മഴ വരുന്നു എന്ന് പറഞ്ഞു. ബൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം, അത് അവർക്ക് ഭയങ്കരമായ ശിക്ഷ വരുന്ന കാറ്റായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ കാറ്റ് വരുമ്പോൾ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ഫീഹ വ ശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹുവേ, ഈ കാറ്റ് കൊണ്ട് എന്തെല്ലാം ഗുണമുണ്ടോ ആ ഗുണമെല്ലാം നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ കാറ്റിൽ എന്തെല്ലാം പ്രയാസമുണ്ടോ ആ പ്രയാസത്തിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന. ഞാൻ സൂചിപ്പിക്കുന്നത്, വെള്ളം വലിയ അനുഗ്രഹമാണ്. പക്ഷേ വെള്ളക്കെട്ട്, തോടുകൾ കവിഞ്ഞൊഴുകുമ്പോൾ, പുഴകൾ കവിഞ്ഞൊഴുകുമ്പോൾ, ആളുകൾ കോറികളിലും പുഴസിലും കുളിക്കാൻ പോകുമ്പോൾ വല്ലാതെ പ്രയാസപ്പെടാറുണ്ട്. പലപ്പോഴും മുങ്ങിയ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മഴ വരുമ്പോഴും കാറ്റ് വരുമ്പോഴും ഒക്കെ നമ്മൾ വിചാരിക്കേണ്ടത് എന്താ? കാറ്റിൽ പക്ഷേ മരങ്ങൾ കടപുഴകിയിട്ട് നമ്മുടെ വീടുകൾക്ക് നേരെ മറിഞ്ഞു വീഴാം. അതല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾക്ക് നേരെ, നമ്മുടെ കൃഷികൾക്ക് മീതെ, നമ്മുടെ വീടുകൾക്ക് മീതെ, വാഹനങ്ങൾക്ക് മീതെ ഒക്കെ മറിഞ്ഞു വീണുകൊണ്ട് ധാരാളം അപകടങ്ങൾ ഈ മഴയുടെ ഭാഗമായിട്ട് കാറ്റുകൊണ്ടും മഴ കൊണ്ടും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും വീടുകൾ പൊളിഞ്ഞു വീഴാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നന്മകൾ വരുമ്പോഴും നമ്മൾ എന്ത് വേണം? അതിലുള്ള തിന്മകൾ, മഴയാണെങ്കിലും കാറ്റാണെങ്കിലും വെടിയാണെങ്കിലും മറ്റെന്താണെങ്കിലും അതിലൊക്കെയുള്ള നന്മ അള്ളാഹുവിനോട് ചോദിക്കുകയും അതിലൊക്കെ ഉണ്ടാകുന്ന തിന്മയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും വേണം. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിലേക്ക് വരികയാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം. ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. എങ്ങനെയാണ് അള്ളാഹുവിനെ ഹഖ തുഖാതിഹി? പലപ്പോഴും കേൾക്കുന്ന വചനമാണല്ലോ. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പള്ളിയിലാകുമ്പോൾ മാത്രമല്ല, നമ്മൾ നമസ്കരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പോൾ എങ്ങനെയാണ് തഖ്വ? നമ്മൾ എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. നാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമസ്കരിക്കുമ്പോൾ മാത്രമല്ല, പള്ളിയിലായിരിക്കുമ്പോൾ മാത്രമല്ല, നോമ്പനുഷ്ഠിക്കുമ്പോൾ മാത്രമല്ല. നോമ്പുകാരാണെങ്കിൽ നമുക്ക് വലിയ പേടിയാണ്. നോമ്പുകാലത്ത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും, നമ്മൾ വീട്ടിൽ തനിച്ചാണെങ്കിലും, മറ്റാരും വീട്ടിലില്ല, ഇഷ്ടം പോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ വീട്ടിലുണ്ട്, നമ്മുടെ ഫ്രിഡ്ജിലുണ്ട്, ഫ്രീസറിലുണ്ട്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ആ വെള്ളമെടുത്ത് കഴിക്കുന്നില്ല, ആഹാരമെടുത്ത് ഭക്ഷിക്കുന്നില്ല. എന്താണ് കാരണം? വേറെ ആരും ഇത് കാണുന്നില്ലെങ്കിലും
അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചാൽ അള്ളാഹു അറിയും, ഞാൻ ഭക്ഷണം കഴിച്ചാൽ അള്ളാഹു അറിയും, അതെന്നെ നോമ്പിനെ ബാധിക്കും എന്ന വിശ്വാസം അവനുള്ളത് കൊണ്ടാണ് അവൻ ഒറ്റക്കാകുമ്പോൾ പോലും വെള്ളം കുടിക്കാത്തത്, ഭക്ഷണം കഴിക്കാത്തത്. എങ്കിൽ ആ ഒരു ബോധം നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകുവാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതാബോധം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. അഥവാ നോമ്പ് കാലത്ത് പടച്ചവൻ കാണുന്നു എന്ന പോലെ തന്നെ നോമ്പില്ലെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം ഉണ്ടാകണം. ആ ബോധം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി തീരുവാൻ വേണ്ടിയാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്. അപ്പോൾ നിങ്ങൾ ഹഖ തുഖാതി, പടച്ചവനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു മാ അമറല്ലാഹു ബിഹി വജ്തിനാബു മാ നഹല്ലാഹു അൻഹു. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുകയും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തഖ്വ. അതായത് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ്, അത് തഖ്വയാണ്. വേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള മനസ്സ്, അതും തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാണ്. അതായത് കർമ്മങ്ങൾ നന്നായിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ഖുലൂബിക്കും വലാ ഇലാ അഅ്മാലിക്കും, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ തടിയിലേക്കോ അല്ല നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, ഹൃദയത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കർമ്മങ്ങൾ നന്നാവേണ്ടതില്ല എന്നല്ല, മറിച്ച് കർമ്മങ്ങൾ നന്നായാൽ മാത്രം പോരാ, അവന്റെ മനസ്സ് നന്നാവണം. അതുകൊണ്ടാണ് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅ്മാലിക്കും, നിങ്ങൾ ഹൃദയത്തിലേക്കും നിങ്ങളുടെ കർമ്മത്തിലേക്കുമാണ് നോക്കുന്നത്. അപ്പൊ കർമ്മങ്ങൾ നന്നാവണം, അതോടൊപ്പം തന്നെ ഹൃദയവും നന്നാവണം. ഹൃദയശുദ്ധി ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. അതാണ് ഹഖ തുഖാതിഹി എന്ന് പറഞ്ഞാൽ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിയുഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ സുമ്മ യുനബ്ബിഹും ബിമാ അമിലു യൗമൽ ഖിയാമ. മാ യകൂനു മിൻ നജ്വാ സലാസ, മൂന്നാളുകൾ കൂടി എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുന്നില്ല. നന്മയായ കാര്യമാകട്ടെ, ഗൂഢാലോചനയാകട്ടെ, അതല്ലെങ്കിൽ തിന്മയായ കാര്യമാകട്ടെ. അപ്പൊ ഗൂഢാലോചനയാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും എന്താലോചനയാണെങ്കിലും മാ യകൂനു മിൻ നജ്വാ സലാസ, നിങ്ങൾ മൂന്നാളുകൾ കൂടി ഒരു കാര്യം ചർച്ച ചെയ്യുന്നില്ല, ആലോചിക്കുന്നില്ല. ഇല്ലാ ഹുവ റാബിയുഹും, നാലാമനായിട്ട് അല്ലാഹു ഉണ്ട്. വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും, അഞ്ചാളുകളാണോ ആറാമനായിട്ട് അല്ലാഹു ഉണ്ട്. വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും, അതിലേറെയാണെങ്കിൽ അടുത്ത നമ്പറായിട്ട്, അതിൽ കുറവാണെങ്കിലും അടുത്ത നമ്പറായിട്ട്. അഥവാ ഒറ്റക്കാണെങ്കിൽ രണ്ടാമനായിട്ട്, 10 ആളുകളാണെങ്കിൽ 11ആമനായിട്ട്. അതാണ് വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും സുമ്മ യുനബ്ബിഹും ബിമാ അമിലു യൗമൽ ഖിയാമ. പിന്നീട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെന്തോ ചെയ്ത കാര്യങ്ങളെന്തോ അതൊക്കെ അള്ളാഹു നിങ്ങളെ പരലോകത്ത് ബോധ്യപ്പെടുത്തും, എല്ലാം പറഞ്ഞു തരും. അപ്പൊ ഇങ്ങനെയുള്ളൊരു ബോധ്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോഴും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്, വസിയത്ത് ചെയ്യപ്പെടുന്ന ആളുകളാണ് നമ്മൾ. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നാൽ അള്ളാഹു എല്ലാം കാണുന്നവനാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഘട്ടത്തിലും നമ്മളെ കാണുന്നു, നിരീക്ഷിക്കുന്നു എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം. ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത വചനം, അടുത്ത അതിൻ്റെ തന്നെ ബാക്കിയുള്ള ഭാഗം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. മരണം എന്നത് ഒരു മനുഷ്യന്റെ പ്രവർത്തനമല്ല. മനുഷ്യൻ മരിക്കാൻ സ്വയം മുന്നോട്ട് വരാൻ പാടില്ല. മരിക്കാൻ വേണ്ടി മരണം ആഗ്രഹിക്കാൻ പോലും പാടില്ല. സ്വന്തത്തെ വധിക്കുക, ആത്മഹത്യ ചെയ്യുക പാടില്ല. മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയാൻ പാടില്ല. മാത്രമല്ല മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ പോലും പാടില്ല എന്നാണ്. ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത ലിദുർരിൻ നസല ബിഹി, എന്തെങ്കിലും വിഷമം, ബുദ്ധിമുട്ട്, മാനഹാനിയായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസമായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനോവിഷമം, രോഗമായിരിക്കാം. എന്ത് കഷ്ടപ്പാടാണെങ്കിലും ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത, നിങ്ങളാരും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. വഇൻ കാന ലാ ബുദ്ദ, ഇനി ഒരിക്കലും നിർവാഹമില്ല, മരിക്കുകയല്ലാതെ നിർവാഹമില്ലാത്ത വിധം രോഗം കൊണ്ട് കഷ്ടപ്പെട്ടു, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മാനഹാനി കൊണ്ട് ബുദ്ധിമുട്ടായി, എന്തു വന്നാലും മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. വഇൻ കാന ലാ ബുദ്ദ, കൂടാതെ കഴിയൂലെങ്കിൽ. ഇനി മരിക്കലാതെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലായി പലപ്പോഴും ആളുകൾ പറയാറുണ്ട് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയാറുണ്ട്. എങ്ങനെയെങ്കിലും അങ്ങനെ കണ്ണു ചിമ്മിയാൽ മതിയായിരുന്നു എന്ന് പറയാറുണ്ട്. പറയാൻ പാടില്ല, ആഗ്രഹിക്കാൻ പോലും പാടില്ല. കൂടാതെ കഴിയൂലെങ്കിൽ എന്ത് പറയാം? വല്ലാതെ ഇടങ്ങേറായി, വല്ലാതെ ബുദ്ധിമുട്ടായെങ്കിൽ എന്ത് പറയാം? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി.
പടച്ചവനെ, എനിക്ക് ജീവിതം എത്രത്തോളം നന്നുവോ അത്രത്തോളം നീ എന്നെ ജീവിപ്പിക്കണമേ. എപ്പോൾ ജീവിതം എനിക്ക് മരണം ഹൈറാകുന്നുവോ അപ്പോൾ നീ എന്നെ മരിപ്പിക്കണമേ. അഥവാ ജീവിതം എത്ര കാലം എനിക്ക് നല്ലതാണോ അത്രയും കാലം ജീവിപ്പിക്കണം. എപ്പോൾ എനിക്ക് മരണം നന്നാകുന്നുവോ അപ്പോൾ എന്ത് വേണം, എന്നെ മരിപ്പിക്കണം എന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യരോട് പറയാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അപ്പൊ എന്താണ് മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ? ഏത് സമയത്ത് മരിക്കേണ്ടി വന്നാലും മുസ്ലിം ആയിരിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാവണം, ഒരുക്കമുണ്ടാകണം. കർമ്മങ്ങൾ, വിശ്വാസം, സ്വഭാവം. എവിടെയെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ തിരുത്തണം. കാരണം എപ്പോഴാണെന്നറിയില്ല, എന്നാണെന്നറിയില്ല. വമാതദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ആരും എവിടെ വെച്ച് മരിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എപ്പോഴും അതിന് സന്നദ്ധനാകണം. അതാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. ഒരു മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹിം. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അവന്റെ നാവിൽ നിന്ന്, അവന്റെ കയ്യിൽ നിന്ന്, അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് രക്ഷയുണ്ടാകണം. അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക. അതായത് നമസ്കാരം, നോമ്പ്, എല്ലാ കർമ്മങ്ങളുമുണ്ട്. പക്ഷെ അവനെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ട്, അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട്, കുടുംബക്കാർക്ക് ശല്യമുണ്ട്, അവനുമായി അവനുമായി കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ അവൻ മുസ്ലിം ആയിട്ടില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നാവിൽ നിന്ന് രക്ഷയുണ്ടാവണം, കുറ്റം പറയാനും കൂടിയും പാടില്ല. അവന്റെ കയ്യിൽ നിന്ന് രക്ഷയുണ്ടാകണം, പ്രയാസപ്പെടുത്താൻ പാടില്ല. അയ്യുൽ ഇസ്ലാമി അഫ്ദൽ, പ്രവാചകർ ഏറ്റവും നല്ല ഇസ്ലാം എന്തേത്? ഇത് പറഞ്ഞല്ലോ, ഇഫ്ഷാഉ സലാം വഇത്ആമു തആം, സലാം പറയണം. നീ ഭക്ഷണം കൊടുക്കണം, ആളുകൾക്ക് കഷ്ടപ്പെടുന്നവർക്ക് നീ ആഹാരം കൊടുക്കരുത്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കരുത്. വഇത്ആമു തആം, അത് ഏറ്റവും നല്ല പുണ്യകർമ്മമാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു, ഒരു മനുഷ്യൻ മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്, അവൻ ആക്രമിക്കുകയില്ല, അക്രമത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയുമില്ല. വലാ യുസ്ലിമുഹു മൻ കാന ഫീ ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫീ ഹാജത്തിഹിം. ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യത്തിലാണെങ്കിൽ ഇവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ അള്ളാഹു ഉണ്ടാകും. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. മറ്റൊരു മുസ്ലിം സഹോദരന്റെ ഏതെങ്കിലും ഒരു വിഷമം ആരെങ്കിലും മാറ്റിക്കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, അവന്റെ പരലോകത്തിലെ വിഷമം അള്ളാഹു മാറ്റിക്കൊടുക്കും. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്, ഒരു മുസ്ലിം സഹോദരന്റെ ന്യൂനതകൾ ആരെങ്കിലും മറച്ചു വെച്ചാൽ, നമുക്കുള്ള ഒരു തകരാറാണത്. ആരെങ്കിലും പറ്റി എന്തെങ്കിലും ഒരു മോശമായ ന്യൂസ് കിട്ടിയാൽ അതൊന്ന് ഫോർവേഡ് ചെയ്യാതിരുന്നാൽ, അതൊന്ന് പറയാതിരുന്നാൽ, നാക്കുകൊണ്ടായിരിക്കാം, വാക്കുകൊണ്ടായിരിക്കാം, എന്തെങ്കിലും ഒന്ന്, അത് നമ്മുടെ ഉപകരണങ്ങളിലുള്ളയോ അല്ലാതെയോ അതൊന്ന് പറയാഞ്ഞാൽ നമുക്കൊരു പൊറുതികേടാണ്. പക്ഷേ റസൂലുള്ളാഹി പഠിപ്പിച്ചു, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്, ആരെങ്കിലും ഒരാളുടെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇവന്റെ ന്യൂനതകൾ അള്ളാഹു മറച്ചു വെക്കും. അപ്പം മറച്ചു വെക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതിന് ഇങ്ങനെ നല്ലവരായി ജീവിക്കാൻ സാധിക്കും. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ എന്താ? മുസ്ലിം ആവുക, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഷഹാദത്ത് പറഞ്ഞവരാണ്, നമസ്കാരം നിർവഹിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഹജ്ജിനും പോയിട്ടുണ്ട്, അപ്പൊ ഞാൻ മുസ്ലിം തന്നെയല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള വിശ്വാസ വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനത്തിലേക്ക് വരുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു കൊടുത്തു. നമുക്കറിയാം, കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തോട് ശത്രുതയുള്ളവരായിരുന്നു. അദ്ദേഹത്തോട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരുടെ പരാതി എന്താ? നമ്മുടെ പിതാവിന് അധികം ഇഷ്ടം യൂസുഫിനോടാണ്. അപ്പൊ യൂസുഫിന് പിതാവ് നൽകുന്ന സ്നേഹം നമുക്ക് പിടിച്ചു പറ്റണം. അത് പിടിച്ചു പറ്റാൻ വേണ്ടി അവർ ആലോചിച്ചു, എന്തുണ്ട് മാർഗം? അവര് പറഞ്ഞതെന്താ അറിയോ? യോഗം കൂടി തീരുമാനിക്കുക, രജുവ, ഒരു ഗൂഢാലോചന അവിടെ നടക്കുകയാണ്. ആ ഗൂഢാലോചന അവർ പറഞ്ഞത്, ഉഖ്തുലൂ യൂസുഫ അവിത്രഹുഹു അർദൻ യഖ്ലുഖു വജ്ഹു അബീക്കും, നമുക്ക് യൂസുഫിനെ കൊന്നുകളയാം, അതല്ലെങ്കിൽ പിതാവിന്റെ ഭാഗത്തു നിന്ന് അവനെ അകറ്റാൻ വേണ്ടിയിട്ട് പിതാവിന്റെ മുഖം നമുക്ക് ലഭ്യമാകണം, അവൻ അതിൽ നിന്ന് ഒഴിവാകണം, അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും അവിത്രഹുഹു, അവൻ ഒഴിവാക്കുക. ഇങ്ങനെ തീരുമാനിച്ചിട്ട് അവർ രണ്ടാമത് പറഞ്ഞ തീരുമാനമാണ് നടപ്പാക്കിയത്. ഒരാൾ പറഞ്ഞു ലാ തഖ്തുലൂ, കൊല്ലണ്ട, എന്നിട്ട് ബൽ അൽഖുഹു ഫി അയാബത്തിൽ ജുബ്, കടത്തിൽ കൊണ്ടുപോയിടാം, പൊട്ടക്കടത്തിൽ കൊണ്ടുപോയിടാം.
പൊട്ടക്കിണറിന് വെള്ളമില്ലാത്ത കിണറല്ല, വെള്ളം എടുക്കാൻ വേണ്ടിയാണ് ആളുകൾ വന്നത്, അങ്ങനെയാണ് കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ പറയുന്ന പൊട്ടക്കിണർ വെള്ളമില്ലാത്ത കിണർ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഒരു വല്ല കുഴിയിലും കൊണ്ടുപോയിടാം. ആരെങ്കിലും വരുമ്പോൾ വെള്ളം കോരാൻ വേണ്ടി വരുമ്പോൾ കണ്ടാൽ എടുത്തുകൊണ്ട് പോയിക്കൊള്ളും, അവനെ മരിക്കൊന്നുമില്ല, ആരെങ്കിലും രക്ഷപ്പെട്ട് നമ്മളെ മുമ്പിൽ നിന്ന് പോകും എന്ന തീരുമാനപ്രകാരം. ആ കഥ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഈ ഗൂഢാലോചന ആ പ്രവാചകനായ യാക്കൂബ് നബി ഇസ്ലാം അറിഞ്ഞിട്ടില്ല. യാക്കൂബ് നബിയോട് അവർ പറഞ്ഞതെന്താ? ഞങ്ങളെ കൂടെ അവൻ കളിക്കാൻ പോന്നോട്ടെ, ഞങ്ങൾ കളിക്കാൻ കൊണ്ടുപോവാണ്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോയാൽ അവന് ചെന്നായി പിടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവരിവനെ കിണറ്റിൽ കൊണ്ടുപോയിട്ട് പിതാവ് എന്തെന്ന് പറഞ്ഞോ അത് തന്നെ പറഞ്ഞു, അവന് ചെന്നായി പിടിച്ചു. എന്നിട്ട് കളരക്തം കാണിച്ചു കൊടുത്തു. അങ്ങനെ പിന്നീട് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിലെത്തി, വലിയ സ്ഥാനത്തെത്തിയല്ലോ. ഞാൻ അവിടേക്കാണ് വരുന്നത്. അങ്ങനെ വലിയ സ്ഥാനത്ത്, ആ കഥ വളരെ സുദീർഘമാണ്. ആ സ്ഥാനത്തെത്തിയിരിക്കുമ്പോൾ ഈ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സഹോദരങ്ങൾക്കും വീട്ടുകാർക്കും അവരുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും എല്ലാമുള്ള ഭക്ഷണം കൊടുത്തയക്കുന്ന അവസ്ഥയിലേക്ക് യൂസുഫ് കൊല്ലങ്ങൾ കൊണ്ട് വളർന്നു. ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞു. ആ കൃഷി ഉണ്ടാക്കിയതിന് 7 കൊല്ലമുണ്ട്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പിന്നീട് ക്ഷാമം വന്നു. ഇതൊക്കെ ആയിട്ട് ഇവർ ഭക്ഷണത്തിന് വേണ്ടി ചെന്നപ്പോൾ യൂസുഫിന് അവർക്ക് ആദ്യം മനസ്സിലായില്ല. യൂസുഫിന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അവർ സംസാരം നടന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു അനിയനെയും കൂടിയും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. അങ്ങനെ അവരെ പിടിച്ചപ്പോൾ യാക്കൂബ് നബി അപ്പോഴും പറഞ്ഞു തരും, നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്, ബിന്യാമീനെ നിങ്ങൾ എന്തോ കാട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. യൂസുഫ് നഷ്ടപ്പെട്ടപ്പോൾ അത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടതായിരുന്നു. അവിടെ ക്ഷമിച്ച പോലെ ഞാൻ ഇപ്പോഴും ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ യൂസുഫ് അവിടെ എത്തിയതോ ഇദ്ദേഹത്തെ പിടിച്ചു വെച്ചത് അല്ലെങ്കിൽ മറ്റേ സഹോദരനെ പിടിച്ചത് യൂസുഫാണെന്നോ ഒന്നും യാക്കൂബ് നബി ഇസ്ലാം അറിയുന്നില്ല. അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് കണ്ണ് വെളുത്തുപോയി. വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കലീം, കരഞ്ഞ് കരഞ്ഞ് കണ്ണ് വെളുത്തു. അങ്ങനെ ഏതായിരുന്നാലും 3-ാമത്തെ പ്രാവശ്യം മറ്റു സഹോദരങ്ങൾ കൂടി എല്ലാവരും ചെന്നപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചപ്പോൾ അവർ ഇന്നക്കല അന്ത യൂസുഫ്, നിങ്ങൾ യൂസുഫ് ആണോ എന്ന് ചോദിക്കുകയാണ് വന്ന ജ്യേഷ്ഠന്മാർ. നിങ്ങളാണോ യൂസുഫ്? അതെ, ഞാനാണ് യൂസുഫ്, പക്ഷെ നിങ്ങളോട് പ്രതികാരമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഉപ്പാനും ഉമ്മാനും മറ്റുള്ള കുടുംബങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് എല്ലാവരും വന്നു. അവരൊക്കെ സുജൂദിലായിട്ട് വീണ്, ആ സുജൂദ് എങ്ങനെയാണോ അങ്ങനെയുള്ള സുജൂദിൽ വീണ് എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വലിയ സ്ഥാനം കിട്ടി. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ വെച്ചത്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, പടച്ചവനെ നീ എനിക്ക് അധികാരം തന്നിട്ടുണ്ട്, അധികാരത്തിൽ നിന്ന് എനിക്ക് നീ തന്നു. അഥവാ ഈ നാടിന്റെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള, ഇവിടേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, എനിക്ക് നീ സ്വപ്ന വ്യാഖ്യാനവും പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്കതും അറിയാം, അതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫാത്തിറ സമാവാതി വൽ അർളി, നീ ആകാശഭൂമികളെ പടച്ചവനാണ്. അന്ത വലിയ ഫിദ്ദുനിയ വൽ ആഖിറ, ഇന്നീ ദുനിയാവിലും നാളെ പരലോകത്തിലും എനിക്കുള്ള വലിയ നീയാണല്ലാ. അന്ത വലിയ ഫിദ്ദുനിയ വൽ ആഖിറ. അപ്പോ ഇതൊക്കെ എടുത്തു പറഞ്ഞു, ആ മുൽക്കിനെ പറ്റി എടുത്തു പറഞ്ഞു. എന്നിട്ട് സ്വപ്ന വ്യാഖ്യാനമുള്ള അറിവിനെ പറ്റി പറഞ്ഞു. നീയാണ് എൻ്റെ വലിയ, അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. ആ പ്രവാചകൻ തവഫനി മുസ്ലിമൻ, മുസ്ലിമായിട്ട് മരിക്കുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു പ്രവാചകന്റെ പ്രാർത്ഥന. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം. എന്താ പറഞ്ഞത്? എന്നെയും ഇസ്മായിലിനെയും റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക, മാത്രം പോരാ, വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, ഞങ്ങളുടെ സന്തതികളെയും നീ മുസ്ലിങ്ങളാക്കണം. ആ മുസ്ലിങ്ങളാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു പ്രവാചകൻ. മുസ്ലിങ്ങളാക്കാൻ മക്കളെ തന്നെ, തൻ്റെ കൂടെയുള്ള ഇസ്മായിലിനെ, പിന്നീട് വരുന്ന സന്തതികളെ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അഥവാ നമ്മുടെ ഈ കർമ്മങ്ങളോടൊപ്പം നമ്മുടെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങളൊക്കെ ശരിയാകുമ്പോൾ മാത്രമേ യഥാർത്ഥ മുസ്ലിം ആകുള്ളൂ. ഇബ്രാഹിം നബിയോട് നീ മുസ്ലിം ആകുക എന്നുള്ള പറഞ്ഞു. ഇത് ഖാലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹം പറഞ്ഞു ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ഇസ്ലാം ആയിട്ടുണ്ടല്ലോ. അത് പറഞ്ഞുവെന്ന് മാത്രമല്ല, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയും ഇബ്രാഹിം നബി ഇസ്ലാം മക്കളോട് പറഞ്ഞു ആ കാര്യം. ഇബ്രാഹിം ബനിഹി വ യാക്കൂബ്, ഇബ്രാഹിം നബി യാക്കൂബ് മക്കളോട് പറഞ്ഞു, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ,
മക്കളെ, നിങ്ങൾക്ക് അള്ളാഹു ഒരു മതം തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധമുണ്ടാകണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ മരണം പിടിപെടുക എപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എപ്പോൾ മരിക്കേണ്ടി വന്നാലും യഥാർത്ഥ മുസ്ലിമായി മരിക്കാനുള്ള തയ്യാറെടുപ്പ്, ഒരുക്കവും പ്രാർത്ഥനയും ഉണ്ടാകണം. ഒരുക്കം മാത്രം പോരാ, പ്രാർത്ഥന. അതാണ് തവഫനി മുസ്ലിമൻ, മുസ്ലിമായി മരിപ്പിക്കണേ. റബ്ബന വജഅൽനാ മുസ്ലിമീന ലക. എന്നിട്ട് ആ പ്രവാചി യാക്കൂബ് നബി, ഇബ്രാഹിം നബി മക്കൾക്ക് പറഞ്ഞു കൊടുത്ത, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു ഒരു മതം തിരഞ്ഞെടുത്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന വചനം, പലപ്പോഴും കേട്ട് മനസ്സിലാക്കിയ വചനം നമ്മുടെ ജീവിതവുമായി തട്ടി നോക്കിയാൽ, ഞാൻ പറഞ്ഞല്ലോ, കർമ്മങ്ങൾ മാത്രമല്ല നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ വാക്ക് നോക്ക് എല്ലാത്തിലുമുണ്ട്. നമ്മുടെ വാക്കിലും എല്ലാം ശരിയാകുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിം ആവുക. മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് യാതൊരു ശല്യവും ഉണ്ടാകുമ്പോൾ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, സലാം പറയണം, അതുപോലെ പാവങ്ങളെ സഹായിക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിങ്ങളായി നമുക്ക് മരിക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസിന ബിറല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ വല്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തും ഗതാഗതങ്ങൾ സ്തംഭിച്ചിട്ടുണ്ട്. റോഡുകൾ ഒലിച്ചു പോവുകയും വെള്ളം മൂടുകയും ചെയ്ത് പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തു. ഞാൻ പറയുന്നത് വല്ലാത്തൊരു പ്രയാസം അനുഭവപ്പെടുന്ന രൂപത്തിലാണ്. ഇത്തരം ഘട്ടത്തിലൊക്കെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞില്ല, നബിയെ, വെള്ളമില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കാലികളൊക്കെ നശിക്കാൻ തുടങ്ങി, കൃഷികളൊക്കെ നാശമടയാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. റസൂലുള്ളാഹി ദുആ ചെയ്തു, മിമ്പറിൽ വെച്ച് ദുആ ചെയ്തു, മഴ ലഭിച്ചു. പള്ളി കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് പോകുമ്പോഴേക്ക് തന്നെ മഴ. അടുത്ത ആഴ്ച വന്നപ്പോൾ അദ്ദേഹമോ അല്ലെങ്കിൽ മറ്റൊരാളോ വീണ്ടും പറയാണ്, നബിയെ, മഴ വല്ലാതെ പെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് പ്രയാസമാകുന്നുണ്ട്. അപ്പോഴും കൃഷിയും മറ്റൊക്കെ നശിക്കുന്ന അവസ്ഥയിലേക്ക്, ആളുകൾ പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ നബി പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, പടച്ചവനെ, ഞങ്ങൾക്ക് ഇത്ര മതി, ഇനി മഴ കിട്ടാത്ത ഭാഗത്തേക്ക്. ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും വെള്ളമില്ലല്ലോ. നമ്മുടെ കേരളത്തിൽ ഇവിടെ നല്ല വേനലാകുമ്പോഴാകും മറ്റു പലയിടത്തും വെള്ളപ്പൊക്കത്തിൻ്റെ കഥകൾ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നല്ല പോലെ മഴ പെയ്യുമ്പോൾ വെള്ളമില്ലാത്ത ദേശങ്ങൾ, പ്രദേശങ്ങൾ, സംസ്ഥാനങ്ങൾ ഒക്കെ വേറുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഹവാലൈന, ഇത് ഏറുമ്പോൾ, ഞാൻ പറഞ്ഞ മഴ കൊണ്ട് ബുദ്ധിമുട്ടാകുമ്പോൾ ചെയ്യാവുന്നൊരു പ്രാർത്ഥനയാണ്. നബി മിമ്പറിൽ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, പടച്ചവനെ, ഞങ്ങളെ ചുറ്റുഭാഗം, ഞങ്ങൾക്ക് എതിരായിട്ടുള്ള മഴ, അഥവാ ഞങ്ങൾ കേടാകുന്ന രൂപത്തിൽ, വല അലീന, ഞങ്ങൾക്ക് ദോഷമാകുന്ന വിധത്തിൽ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കല്ലേ. അല്ലാഹുമ്മ അലൽ ആകാമി വൽദിറാബ്, അതുപോലെ മലകളിൽ, പർവ്വതങ്ങളിൽ, വനങ്ങളിൽ, അതുപോലെ വനാബിത്തിൽ ഷജർ, മരങ്ങൾ മുളക്കുന്നിടത്ത്, അതായത് അത്തരം പ്രദേശങ്ങളിൽ, അതുപോലെ താഴ്വരകൾ ഒക്കെ മഴ പെയ്യട്ടെ. ഞങ്ങൾക്ക് ഇപ്പോൾ മഴ വേണ്ടാതായിട്ടുണ്ട്, അഥവാ ഇവിടെ ഞങ്ങൾക്ക് കേടായിട്ട് വരല്ലേ. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. അങ്ങനെ ഏറെ വരുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം, പടച്ചവനെ, മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, മഴ കുറക്കണേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ നബി മഴ കുറക്കാൻ വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. മഴ കിട്ടാത്ത ഭാഗത്ത് പെട്ടട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റടിക്കുമ്പോൾ വല്ലാതെ മുഖം വിവർണമായി ബേജാറായി. അപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത്, നബിയെ, എന്താണ് മഴ വരുമ്പോൾ, കാറ്റ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിവർണമായി പ്രയാസം അനുഭവിച്ചതുപോലെ തോന്നുന്നത്? നബി പറഞ്ഞത്, ആയിഷ, പണ്ട് ആദ് സമൂഹത്തിന്, ഹൂദ് നബിയുടെ സമുദായമാണ്, അവർ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഫൗത്തിന ബിമാ തഅദുനാ ഇൻ കുന്ത മിനസ് സാദിഖീൻ, നീ സത്യസന്ധനാണെങ്കിൽ വന്നോട്ടെ, പ്രശ്നമില്ല എന്ന് പറഞ്ഞവർ വെല്ലുവിളിച്ചിട്ടുണ്ട്. അങ്ങനെ സബ്അ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമ, 7 രാവും 8 പകലും നീണ്ടു നിൽക്കുന്ന മഴ പെയ്തു.
അതാണ് റീഹം ഫിഹ അദാബുൻ അലീം, ശക്തമായ കാറ്റും വന്നു, കാറ്റ് വന്നവർ നശിച്ചു പോയി. ഇങ്ങനെ നാശം വരുമ്പോൾ, ബുദ്ധിമുട്ടും പ്രയാസമാകുമ്പോൾ പടച്ചവനെ മഴ കുറക്കണേ എന്ന് പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പല കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നാശമായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് നമുക്ക് നല്ലതാണ്, എന്തെങ്കിലും ഒരു തീപിടുത്തം നമ്മുടെ ഡ്രസ്സിൽ കുടുങ്ങിയാൽ, പറ്റിപ്പോയാൽ, പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ പറ്റാത്ത ഡ്രസ്സൊക്കെ വല്ലാത്ത പ്രയാസപ്പെടും. ഒന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വസ്ത്രം ഒന്ന് കൊളത്തിയാൽ നമ്മൾ മറിഞ്ഞു വീഴും. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള നന്മയിൽ അതുകൊണ്ടാണ് അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ ഫീഹി വ ശർരി മാ സുനിഅലു, ഈ വസ്ത്രത്തിൽ എന്തെല്ലാം തിന്മയുണ്ടോ തിന്മയിൽ നിന്ന് കാക്കണേ, എന്തെങ്കിലും നന്മയുണ്ടോ ആ നന്മയെല്ലാം തരണേ. കാറ്റാണെങ്കിലും അങ്ങനെ തന്നെ, നമ്മുടെ വാഹനമാണെങ്കിലും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ ആഭരണങ്ങളും അങ്ങനെ തന്നെ. ആഭരണം മൊഞ്ചിന് വേണ്ടി ഭംഗിക്ക് വേണ്ടി ധരിക്കാറുണ്ട്. പക്ഷെ ഒരു ആഭരണമായിരിക്കാം, ഒരു മിനുങ്ങായിരിക്കാം ഒരു പക്ഷെ ഒരു കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെടുന്നത്. ആ മിന്നിന് വേണ്ടിയായിരിക്കാം കൊന്നുകളയുന്നത്. അപ്പം നന്മകൾ തിന്മകളായി മാറുന്നു. നമ്മുടെ സൗന്ദര്യവും അങ്ങനെ തന്നെ. സൗന്ദര്യം കൂടിപ്പോയതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീവർഗ്ഗങ്ങൾ അവരുണ്ടല്ലോ, പലപ്പോഴും അതിൻ്റെ പേരിൽ അവർ പിടിച്ചു പറിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുകയോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്മയായി തോന്നുന്ന പലതും ചിലപ്പോൾ അതിലൊക്കെ തിന്മകളുണ്ടാകാം. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ നന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.